നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത PSC ആവർത്തി ചോദിക്കുന്ന 500 ചോദ്യങ്ങളുടെ പാർട്ട് 2 ആണ്. വെറുതെ നമ്മൾ ചോദ്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു പോവുകയല്ല സുഹൃത്തുക്കളെ ചെയ്യുന്നത്. ടോപ്പിക് ബേസ് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മളിവിടെ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ്സിന്റെ പാർട്ട് 1 കാണാത്തവർ ദയവ് ചെയ്ത് പാർട്ട് 1 കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് കേരളത്തിലെ വനമേഖലയുമായി ബന്ധപ്പെട്ട 100 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. കേരളത്തിലെ വനമേഖലയുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ച 100 പ്രീവിയസ് ചോദ്യങ്ങൾ. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനങ്ങളെന്ന് ചോദിച്ചാൽ ഏകദേശം 29%. എന്നാൽ 2021 കണക്ക് പ്രകാരം 29.1% പറയുന്നു. അപ്പോൾ കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനങ്ങൾ എന്ന് പറയുന്നത്? 29%. 2021 കണക്കനുസരിച്ച് ഇത് 29.1% കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴ ജില്ല. കേരളത്തിലെ വനങ്ങളെ പ്രധാനമായും എത്രയായി തരംതിരിക്കാം? 4 ആയി തരംതിരിക്കാം. ഏതൊക്കെയാണവ? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, അർദ്ധ നിത്യഹരിത വനങ്ങൾ, ആർദ്ര ഇലപൊഴിയും വനങ്ങൾ, ശുഷ്ക ഇലപൊഴിയും വനങ്ങൾ. ഓക്കെയാണ്. കേരളത്തിലെ വനങ്ങളെ പ്രധാനമായും എത്രയായി നമുക്ക് തരംതിരിക്കാം? 4 ആയിട്ട് തരംതിരിക്കാം. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, അർദ്ധ നിത്യഹരിത വനങ്ങൾ, ആർദ്ര ഇലപൊഴിയും വനങ്ങൾ, ശുഷ്ക ഇലപൊഴിയും വനങ്ങൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത് എവിടെ? പശ്ചിമഘട്ടത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിൽ, അതായത് സൈലന്റ് വാലി, നെല്ലിയാമ്പതി മേഖലയിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? പശ്ചിമഘട്ടത്തിന്റെ ഉയർന്ന പ്രദേശങ്ങളിലാണ്, അതായത് സൈലന്റ് വാലി, നെല്ലിയാമ്പതി മേഖലകളിൽ. കേരളത്തിൽ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി, പത്തനംതിട്ട ജില്ലകളുടെ ഭാഗമായാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഇത് ഇടുക്കി, പത്തനംതിട്ട ജില്ലകളുടെ ഭാഗമായി കാണപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. 1934 പെരിയാർ വന്യജീവി സങ്കേതം രൂപീകരിക്കപ്പെടുന്നത്. അന്ന് പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെട്ടിരുന്ന പേര് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. 1934 പെരിയാർ വന്യജീവി സങ്കേതം രൂപീകരിക്കപ്പെട്ടത്. അന്ന് പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെട്ടിരുന്ന പേരെന്താ? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു. പെരിയാർ വന്യജീവി സങ്കേതത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 1978. പെരിയാർ വന്യജീവി സങ്കേതത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 1978. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല ഇക്കോ ടൂറിസം പദ്ധതി, കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി എന്നറിയപ്പെടുന്നത് തെന്മല ഇക്കോ ടൂറിസം പദ്ധതി, കൊല്ലം ജില്ല. കേരളത്തിലെ ഏക കണ്ടൽ വന ഗവേഷണ കേന്ദ്രം എവിടെയാണ്? 1000 തെങ്ങ്. കേരളത്തിലെ ഏക കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 1000 തെങ്ങിലാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത് അഗസ്ത്യാർകൂടം മലനിരകളാണ്. അത് തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ല. സൈലന്റ് വാലി ഒരു ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984 ഇന്ദിരാഗാന്ധി. സൈലന്റ് വാലി ഒരു ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984 ഇന്ദിരാഗാന്ധി. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തതാര്? രാജീവ് ഗാന്ധി 1985. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തതാരാണ്? രാജീവ് ഗാന്ധിയാണ്. വർഷം 1985. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങുകൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനം സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? ഇടുക്കി ജില്ല. ഇരവികുളം ദേശീയോദ്യാനം എന്തിനാണ് പ്രശസ്തമെന്ന് ചോദിച്ചാൽ വരയാടുകൾക്കാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇരവികുളം ദേശീയോദ്യാനം എന്തിനാണ് പ്രസിദ്ധമെന്ന് ചോദിച്ചാൽ വരയാടുകൾക്ക്. ഇരവികുളം ദേശീയോദ്യാനത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1978. ഇരവികുളം ദേശീയോദ്യാനത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1978.
ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല ദേശീയോദ്യാനം ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് പാമ്പാടുംചോല ദേശീയോദ്യാനം ഇടുക്കി ജില്ല. കേരളത്തിലെ മറ്റു പ്രധാന ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആനമുടിച്ചോല, മതികെട്ടാൻചോല. കേരളത്തിലെ പ്രധാന മറ്റ് ദേശീയോദ്യാനങ്ങൾ ചോദിച്ചാൽ ഒന്ന് ആനമുടിച്ചോല, ഒന്ന് മതികെട്ടാൻചോല. തേക്കടിയുടെ പഴയ പേര് നെല്ലിക്കാംപെട്ടി. തേക്കടിയുടെ പഴയ പേര് എന്തായിരുന്നു? നെല്ലിക്കാംപെട്ടി. കേരളത്തിലെ ആദ്യത്തെ വന നിയമം നിലവിൽ വന്ന വർഷം 1887 തിരുവിതാംകൂർ വന നിയമം. കേരളത്തിലെ ആദ്യത്തെ വന നിയമം നിലവിൽ വന്ന വർഷം എത്രയാ? 1887 ഇത് തിരുവിതാംകൂർ വന നിയമം എന്ന് അറിയപ്പെടുന്നു. കേരളത്തിലെ വനംവകുപ്പിന്റെ ആസ്ഥാനം വഴുതക്കാട്, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ വനം വകുപ്പിന്റെ ആസ്ഥാനം വഴുതക്കാട്, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ വനം ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചി, തൃശ്ശൂർ. കേരളത്തിലെ വനം ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പീച്ചി, തൃശ്ശൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ വനമന്ത്രി KC ജോർജ്. കേരളത്തിലെ ആദ്യത്തെ വനമന്ത്രി KC ജോർജ്. വനമഹോത്സവം ആരംഭിച്ചത് KM മുൻഷി. വനമഹോത്സവം ആരംഭിച്ചത് KM മുൻഷി. വനമഹോത്സവം ഏത് മാസത്തിലാണ് ആചരിക്കുന്നത്? ജൂലൈയിലെ ആദ്യവാരം. വനമഹോത്സവം ഏതു മാസത്തിൽ ആചരിക്കുന്നത്? ജൂലൈയിലെ ആദ്യവാരം. ഇന്ത്യൻ വന സർവീസ് രൂപീകരിച്ച വർഷം 1966. ഇന്ത്യൻ വന സർവീസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് രൂപീകരിച്ച വർഷം എത്രയാണ്? 1966. കേരളത്തിലെ വനമേഖലകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മരം ചോദിച്ചാൽ തേക്കാണ്. കേരളത്തിലെ വനമേഖലകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മരം ഏതാണ്? തേക്കാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മരം കനിമരത്തേക്ക് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മരം ഏതാണ്? കനിമരമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനുള്ളിലാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ല. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 2010. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 2010. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് എന്നറിയപ്പെടുന്നത് പറമ്പിക്കുളമാണ്. ഇത് 2010 ഫെബ്രുവരി 19 നിലവിൽ വന്നത് കേട്ടോ. ഡേറ്റ് സഹിതം പറഞ്ഞതാണ്. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് എന്നറിയപ്പെടുന്നത് പറമ്പിക്കുളമാണ്. ഇത് 2010 ഫെബ്രുവരി മാസം 19 നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് തട്ടേക്കാട്, എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് തട്ടേക്കാട്, എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് മംഗളവനം, എറണാകുളം ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് മംഗളവനം, എറണാകുളം ജില്ല. കൊച്ചി നഗരത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം. കൊച്ചി നഗരത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് മംഗളവനമാണ്. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ല. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ല. തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാ? എറണാകുളം ജില്ലയില്. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം എവിടെയാണ്? കോട്ടൂർ, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടൂർ, തിരുവനന്തപുരം ജില്ല. ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ല. ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് വൃക്ഷത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ശെന്തുരുണി വൃക്ഷത്തിന്റെ പേരില്. ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് വൃക്ഷത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്? ശെന്തുരുണി വൃക്ഷത്തിന്റെ പേരില്. വയനാട് വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് വയനാട് ജില്ല തന്നെയാണ്. മുത്തങ്ങ ആന ക്യാമ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് വന്യജീവി സങ്കേതത്തിലാണ്. മുത്തങ്ങ ആന ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ടാണ് കാണപ്പെടുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതം എന്തിനു പ്രസിദ്ധമാണ്? ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകൾക്കും. ചിന്നാർ വന്യജീവി സങ്കേതം എന്തിനു പ്രസിദ്ധമാണെന്ന് ചോദിച്ചാൽ ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകൾക്കും പ്രസിദ്ധമാണ്. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ല. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ല. മതികെട്ടാൻചോല ദേശീയോദ്യാനം ഏതു ജില്ലയിലാണ്? ഇടുക്കി ജില്ലയില്. മതികെട്ടാൻചോല ദേശീയോദ്യാനം ഏതു ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്.
ആനമുടിച്ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ആനമുടിച്ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാ? ഇടുക്കി ജില്ലയിലാണ്. പാമ്പാടും ചോല ദേശീയോദ്യാനം ഏതു ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. പാമ്പാടും ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലെ. കരിമ്പുഴ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും പുതിയ വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം. ഇത് 2020 നിലവിൽ വന്നത്. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതമായാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും പുതിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതം. ഇത് 2020 നിലവിൽ വന്നത്. കരിമ്പുഴ വന്യജീവി സങ്കേതം കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമായാണ് നിലവിൽ വന്നത്. കടുവ സംരക്ഷണ പദ്ധതി അഥവാ പ്രോജക്ട് ടൈഗർ ആരംഭിച്ച വർഷം 1973 ഏപ്രിൽ മാസം 1-ാം തീയതി. കടുവ സംരക്ഷണ പദ്ധതി അഥവാ പ്രോജക്ട് ടൈഗർ ആരംഭിച്ച വർഷം 1973 ഏപ്രിൽ മാസം 1-ാം തീയതി. കേരളത്തിൽ കടുവ സെൻസസ് നടത്തുന്ന വർഷം 4 വർഷം കൂടുമ്പോൾ. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ കടുവ സെൻസസ് നടത്തുന്ന എപ്പോഴാ? 4 വർഷം കൂടുമ്പോഴാണ്. കേരളത്തിലെ ആകെ ആനകളുടെ എണ്ണം എന്ന് പറയുന്നത് 1793 ഇത് 2024 കണക്കനുസരിച്ചാണ്. 2023 അപേക്ഷിച്ച് 7% ഇത് കുറവുമാണ്. കേരളത്തിലെ ആകെ ആനകളുടെ എണ്ണം ചോദിച്ചാൽ 1793 ആനകളാണ്. 2024 കണക്ക് പ്രകാരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 2023 അപേക്ഷിച്ച് 7% ആനകളുടെ കുറവ് എവിടെയുണ്ട്? കേരളത്തിലുണ്ട്. ആലപ്പുഴ ജില്ലയിലെ പ്രധാന വനപ്രദേശമാണ് വീയപുരം. ആലപ്പുഴ ജില്ലയിലെ പ്രധാന വനപ്രദേശം എന്നറിയപ്പെടുന്നത് വീയപുരം. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച പശ്ചിമഘട്ടത്തിലെ പ്രധാന മേഖലകൾ ഏതൊക്കെയാണ്? പെരിയാർ, ഇരവികുളം, സൈലന്റ് വാലി. യുനെസ്കോയുടെ പൈതൃക പദവി ലഭിച്ച പശ്ചിമഘട്ടത്തിലെ പ്രധാന മേഖലകൾ ഏതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ പെരിയാർ, ഇരവികുളം, സൈലന്റ് വാലി. കാടുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് തടി, മുള, തേൻ, ഔഷധ സസ്യങ്ങൾ. കാടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാ? തടി, മുള, തേൻ, ഔഷധ സസ്യങ്ങൾ. കേരളത്തിലെ വനപ്രദേശങ്ങളിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളാണ് ചോലനായ്ക്കർ, കാടർ, മുതുവാൻ, മലയരയൻ, പണിയൻ, അടിയാൻ. ഓർക്കണേ, കേരളത്തിലെ വനങ്ങളിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളാണ് ചോലനായ്ക്കർ, കാടർ, മുതുവാൻ, മലയരയൻ, പണിയൻ, അതുപോലെ അടിയാൻ. ചോലനായ്ക്കർ കാണപ്പെടുന്ന വനപ്രദേശം നിലമ്പൂർ കാടുകളിലാണ്. മലപ്പുറത്തിന്റെ ഭാഗമായുള്ള നിലമ്പൂർ കാടുകളിലാണ് ചോലനായ്ക്കർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗം കാണപ്പെടുന്നത്. അപ്പോൾ ചോലനായ്ക്കർ ആദിവാസി വിഭാഗം കാണപ്പെടുന്ന വനപ്രദേശം ഏതാ? നിലമ്പൂർ കാടുകളാണ്. അത് മലപ്പുറം ജില്ലയുടെ ഭാഗമായാണ് കാണപ്പെടുന്നത്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എന്നറിയപ്പെടുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ മരക്കുന്നം ദ്വീപ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായുള്ള മരക്കുന്നം ദ്വീപാണ്. ലോക വനദിനം മാർച്ച് 21. ലോക വനദിനമായി ആചരിക്കുന്നത് മാർച്ച് 21. ദേശീയ വനനയം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1952 എന്നാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ദേശീയ വനനയം നിലവിൽ വന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ 1988 കേട്ടോ. അപ്പോൾ ദേശീയ വനനയം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1952. അതിന്റെ പുതുക്കിയ നയം നിലവിൽ വന്നത് 1988. അതാണ് ഇപ്പോൾ കറന്റ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1980. ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1980. കേരളത്തിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1972. കേരളത്തിലെ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1972. കേരളത്തിൽ ഫോറസ്റ്റ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? അരിപ്പ, കൊല്ലം ജില്ല. കേരളത്തിലെ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അരിപ്പ, കൊല്ലം ജില്ല. പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ആസ്ഥാനം തേക്കടി. പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് തേക്കടിയാണ്. കുറഞ്ഞ മഴ ലഭിക്കുന്ന വനപ്രദേശങ്ങളാണ് ശുഷ്ക ഇലപൊഴിയും വനങ്ങൾ, അതായത് ചിന്നാർ പോലുള്ള പ്രദേശങ്ങൾ. ചിന്നാറിന്റെ പ്രത്യേകത എന്താ? കേരളത്തിന്റെ മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ആരാ? ചിന്നാറാണ്. അപ്പോ കുറഞ്ഞ മഴ ലഭിക്കുന്ന വനപ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? ശുഷ്ക ഇലപൊഴിയും വനങ്ങൾ എന്നാണ്. ഉദാഹരണം ചോദിച്ചാൽ ചിന്നാർ പോലുള്ള മേഖല. അതുകൊണ്ട് തന്നെ ചിന്നാറിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? കേരളത്തിലെ മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. സാമ്പത്തിക പ്രാധാന്യമുള്ള മരങ്ങൾ കൂടുതലുള്ള വനങ്ങളാണ് ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. ഇവിടെയാണ് തേക്കും ഈട്ടിയും കൂടുതലായി കാണപ്പെടുന്നത് കേട്ടോ.
സാമ്പത്തിക പ്രാധാന്യമുള്ള മരങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന വനങ്ങളാണ് ആർദ്ര ഇലപൊഴിയും വനങ്ങൾ എന്നുള്ളത്. ഇവിടെയാണ് കൂടുതലായിട്ട് തേക്ക്, ഈട്ടി മുതലായ വൃക്ഷങ്ങൾ കാണപ്പെടുന്നത്. പേപ്പാറ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ല. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് കുന്നിമംഗലം, കണ്ണൂർ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് കുന്നിമംഗലം, കണ്ണൂർ ജില്ല. മംഗളവനം പക്ഷി സങ്കേതം ഏത് ഹൈക്കോടതിക്ക് സമീപമാണ്? കേരള ഹൈക്കോടതിക്ക്. മംഗളവനം പക്ഷി സങ്കേതം ഏത് ഹൈക്കോടതിക്ക് സമീപമാണ്? കേരള ഹൈക്കോടതിക്ക് സമീപമാണ്. കേരളത്തിലെ വനം വകുപ്പിന്റെ കീഴിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18. കേരളത്തിലെ വനം വകുപ്പിന്റെ കീഴിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18 വന്യജീവി സങ്കേതങ്ങളുണ്ട്. കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്? 5 ദേശീയോദ്യാനങ്ങളുണ്ട്. കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 5 ദേശീയോദ്യാനങ്ങളുണ്ട്. ഇത് PSCയുടെ ഉത്തരമാണ്. പക്ഷിപാതാളം എവിടെയാണ്? വയനാട്. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. വേമ്പനാട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതം. വേമ്പനാട് പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതം. ആരണ്യകം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനത്തിലെ ആദിവാസി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയാണ് ആരണ്യകം പദ്ധതി. ആരണ്യകം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനത്തിലെ ആദിവാസി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയാണ് ആരണ്യകം പദ്ധതി. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രശസ്തമായ പ്രക്ഷോഭം ചോദിച്ചാൽ സൈലന്റ് വാലി പ്രക്ഷോഭം. ഇത് KSEBയുടെ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെയാണ്. വനം സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രശസ്തമായ പ്രക്ഷോഭം ഏതാ? സൈലന്റ് വാലി പ്രക്ഷോഭമാണ്. ഇതിന്റെ പ്രത്യേകത എന്താ? KSEBയുടെ പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രക്ഷോഭമാണ് സൈലന്റ് വാലി പ്രക്ഷോഭം. ഇനി KSEB പാത്രക്കടവ് പദ്ധതി എവിടെയാണ് നടത്താൻ തീരുമാനിച്ചത്? കുന്തിപ്പുഴയിലാണ്. ഏതിലാണ്? കുന്തിപ്പുഴയിലാണ്. സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് സുഗതകുമാരി ടീച്ചറും MK പ്രസാദും. സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വങ്ങൾ എന്നറിയപ്പെടുന്നത് സുഗതകുമാരി ടീച്ചർ, MK പ്രസാദ്. ആറളം വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിൽ. ആറളം വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാ? കണ്ണൂർ ജില്ലയില്. ചൂരൽ മരങ്ങൾക്ക് പ്രശസ്തമായ വന്യജീവി സങ്കേതം പേപ്പാറ. ചൂരൽ മരങ്ങൾക്ക് പ്രശസ്തമായ വന്യജീവി സങ്കേതം പേപ്പാറ. കാട്ടുപോത്തിന് പ്രശസ്തമായ വന്യജീവി സങ്കേതം പറമ്പിക്കുളം. കാട്ടുപോത്തുകൾക്ക് പ്രശസ്തമായ വന്യജീവി സങ്കേതം പറമ്പിക്കുളം. നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ചിന്നാറ്. നക്ഷത്ര ആമകൾക്ക് പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ചിന്നാറാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം, കണ്ണൂർ ജില്ല. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം, കണ്ണൂർ ജില്ല. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം, തിരുവനന്തപുരം ജില്ല. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന വനങ്ങളിലെ മരങ്ങൾ എന്നറിയപ്പെടുന്നത് തേക്ക്, ഈട്ടി, മരുത്, കരിങ്ങാലി, വെൺതേക്ക്, ആഞ്ഞിലി എന്നിവയാണ്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന വനങ്ങളിൽ വളരുന്ന മരങ്ങൾ ഏതൊക്കെയാ? തേക്ക്, ഈട്ടി, മരുത്, കരിങ്ങാലി, വെൺതേക്ക്, ആഞ്ഞിലി. കേരളത്തിലെ വനങ്ങളിലെ പ്രധാന വന്യമൃഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആന, കടുവ, പുലി, കാട്ടുപോത്ത്, വരയാട്, സിംഹവാലൻ, കുരങ്ങ്. കേരളത്തിലെ വനങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വന്യമൃഗങ്ങൾ ഏതൊക്കെയാ? ആന, കടുവ, പുലി, കാട്ടുപോത്ത്, വരയാട്, സിംഹവാലൻ, കുരങ്ങ്. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രധാന നിയമമാണ് വനസംരക്ഷണ നിയമം 1980. വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമം എന്നറിയപ്പെടുന്നത് വനസംരക്ഷണ നിയമം 1980. ഇന്ത്യയിൽ ആദ്യമായി കണ്ടൽ വനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ നിയമിച്ചതാരാണ്? കേരള സർക്കാരാണ്. നെല്ലിയാമ്പതി വനമേഖലയിൽ കാണുന്ന പ്രധാന മരം തേക്ക്. നെല്ലിയാമ്പതി വനമേഖലയിൽ കാണുന്ന പ്രധാന മരം തേക്ക്. ഏത് വന്യജീവി സങ്കേതത്തിലാണ് ട്രെക്കിംഗ് സൗകര്യമുള്ളതെന്ന് ചോദിച്ചാൽ പെരിയാർ, ഇരവികുളം, പറമ്പിക്കുളം വന്യജീവി സങ്കേതങ്ങളിൽ. ഏത് വന്യജീവി സങ്കേതങ്ങളിലാണ് ട്രെക്കിംഗ് സൗകര്യമുള്ളതെന്ന് ചോദിച്ചാൽ പെരിയാർ, ഇരവികുളം, പറമ്പിക്കുളം വന്യജീവി സങ്കേതങ്ങളിൽ. സൈലന്റ് വാലിക്ക് ആ പേര് ലഭിക്കാൻ കാരണം ചീവിടുകളുടെ അസാന്നിധ്യമാണ്. സൈലന്റ് വാലിക്ക് ആ പേര് ലഭിക്കാൻ കാരണം ചീവിടുകളുടെ അസാന്നിധ്യമാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ച 100 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ച 100 പ്രീവിയസ് ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ നാമം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി.
ഗാന്ധിജി ജനിച്ച വർഷം 1869 ഒക്ടോബർ മാസം 2-ാം തീയതി. ഗാന്ധിജി ജനിച്ച വർഷം 1869 ഒക്ടോബർ മാസം 2-ാം തീയതി. ഗാന്ധിജി ജനിച്ച സ്ഥലം പോർബന്ദർ, ഗുജറാത്ത്. ഗാന്ധിജി ജനിച്ച സ്ഥലം പോർബന്ദർ, ഗുജറാത്ത്. ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മാതാവിന്റെ പേര് പുത്തലിഭായി. ഗാന്ധിജിയുടെ മാതാവിന്റെ പേര് പുത്തലിഭായി. ഗാന്ധിജിയുടെ ഭാര്യയുടെ നാമം കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയുടെ ഭാര്യയുടെ നാമം കസ്തൂർബ ഗാന്ധി. ഗാന്ധിജി നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയ വർഷം 1888 മുതൽ 1891 വരെ. ഗാന്ധിജി നിയമം പഠിക്കുന്നതിനായിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോയ വർഷം 1888 മുതൽ 1891 വരെ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയ വർഷം 1893 മുതൽ 1914 വരെ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം 1893 മുതൽ 1914 വരെ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ, വർഷം 1903. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ പത്രം, വർഷം 1903. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആശ്രമം ഫിനിക്സ് സെറ്റിൽമെന്റ് 1904, ടോൾസ്റ്റോയി ഫാം 1910. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പ്രധാനപ്പെട്ട ആശ്രമങ്ങൾ ഏതൊക്കെയാ? ഒന്ന് ഫിനിക്സ് സെറ്റിൽമെന്റ് 1904, ടോൾസ്റ്റോയ് ഫാം 1910. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏഷ്യാറ്റിക് രജിസ്ട്രേഷൻ ആക്ടിനെതിരെ 1906 നടത്തിയ സത്യാഗ്രഹം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം എന്താണ്? ഏഷ്യാറ്റിക് രജിസ്ട്രേഷൻ ആക്ടിനെതിരെ 1906 നടത്തിയ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ വർഷം 1915 ജനുവരി 9. ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ വർഷം 1915 ജനുവരി 9. പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ദിനമാണ്. അത് ജനുവരി 9. പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിനമാണ്. ഇതെന്നാ? ജനുവരി 9. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെയാണ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? വിനോബ ഭാവെയാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം, വർഷം 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ബീഹാർ സംസ്ഥാനത്തില്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം, വർഷം 1917. ഇത് ബീഹാർ സംസ്ഥാനത്താണ് നടന്നത്. ചമ്പാരൻ സത്യാഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു? നീലം കർഷകരുടെ ചൂഷണത്തിനെതിരെ. ചമ്പാരൻ സത്യാഗ്രഹം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ നീലം കർഷകരുടെ ചൂഷണത്തിനെതിരെ. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കത്ത സമ്മേളനം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കത്ത സമ്മേളനം. ഗാന്ധിജി പ്രസിഡന്റായ ഒരേ ഒരു കോൺഗ്രസ് സമ്മേളനം ബെൽഗാം സമ്മേളനം, വർഷം 1924. അങ്ങനെ 1924 ബെൽഗാം സമ്മേളനത്തിൽ വെച്ചിട്ട് മഹാത്മാഗാന്ധിജി INCയുടെ 43ാമത്തെ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റു. ഇത്രയും ഓർക്കണം. ഗാന്ധിജി പ്രസിഡന്റായ ഒരേ ഒരു കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ ബെൽഗാം സമ്മേളനമാണ്, വർഷം 1924. എത്രാമത് INC പ്രസിഡന്റായിട്ടാണ് ഗാന്ധിജി ബെൽഗാം സമ്മേളനത്തിൽ അവരോഹിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 43ാമതായിട്ട്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജി ആത്മകഥ എഴുതിയ ഭാഷ ഗുജറാത്തി ഭാഷ. ഗാന്ധിജി ആത്മകഥ എഴുതിയ ഭാഷ ഗുജറാത്തി. ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഇംഗ്ലീഷ് പരിഭാഷകൻ മഹാദേവ് ദേശായി. ഗാന്ധിജിയുടെ ആത്മകഥയുടെ ഇംഗ്ലീഷ് പരിഭാഷകൻ എന്നറിയപ്പെടുന്നത് മഹാദേവ് ദേശായി ആണ്. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യം പ്രസിദ്ധീകരിച്ച വാരിക നവജീവൻ. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യം പ്രസിദ്ധീകരിച്ച വാരിക നവജീവൻ. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയതാര്? രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന് വിശേഷണം നൽകിയതാരാണ്? സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ഗാന്ധിജിക്ക് രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷണം നൽകിയതാരാണ്? സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ഗാന്ധിജിക്ക് ബാപ്പുജി എന്ന് വിശേഷണം നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജിക്ക് ബാപ്പുജി എന്ന് വിശേഷണം നൽകിയതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷം 1917 ആണ്. ആദ്യം ഗാന്ധിജി
കൊച്ചറബില് 1915 ഒരു ആശ്രമം സ്ഥാപിക്കുകയും 1917 അത് സബർമതിയിലേക്ക് മാറ്റി സ്ഥാപിക്കുകയുമാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർക്കണേ. സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷം 1917 എന്നാൽ ഗാന്ധിജി ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് 1915 കൊച്ചറബിലായിരുന്നു. അവിടെ നിന്നും പിന്നെ അത് സബർമതിയിലേക്ക് മാറ്റിയതാണ് 1917. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട 3 സമരങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹം 1917, ഖേദ സത്യാഗ്രഹം 1918, അഹമ്മദാബാദ് മിൽ സമരം 1918. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട 3 സമരങ്ങൾ ഏതൊക്കെയാ? ചമ്പാരൻ സത്യാഗ്രഹം 1917, ഖേദ സത്യാഗ്രഹം 1918, അഹമ്മദാബാദ് മിൽ സമരം 1918. റൗലറ്റ് ആക്ടിനെതിരായ സത്യാഗ്രഹം നടന്ന വർഷം 1919. റൗലറ്റ് ആക്ടിനെതിരായ സത്യാഗ്രഹം നടന്ന വർഷം 1919. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1920. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1920. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിർത്തിവെച്ച സമരമാർഗം നിസ്സഹകരണ പ്രസ്ഥാനം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിർത്തിവെച്ച സമരം നിസ്സഹകരണ പ്രസ്ഥാനം. ദണ്ഡി മാർച്ച് ആരംഭിച്ച വർഷം 1930 മാർച്ച് 12. ദണ്ഡി മാർച്ച് ആരംഭിച്ച വർഷം 1930 മാർച്ച് മാസം 12-ാം തീയതി. ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്ന്? സബർമതി ആശ്രമത്തിൽ നിന്നും. ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നും? സബർമതി ആശ്രമത്തിൽ നിന്നും. ദണ്ഡി മാർച്ച് അവസാനിച്ചത് എവിടെയാണ്? ദണ്ഡി കടപ്പുറം ഗുജറാത്തിലാണിത്. ദണ്ഡി മാർച്ച് അവസാനിച്ചത് എവിടെയാ? ദണ്ഡി കടപ്പുറത്താണ്. ഇത് ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ദണ്ഡി മാർച്ചിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉപ്പ് നിയമം ലംഘിക്കുക. ദണ്ഡി മാർച്ചിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഉപ്പ് നിയമം ലംഘിക്കുക. ഗാന്ധിജിയോടൊപ്പം ദണ്ഡി മാർച്ചിൽ പങ്കെടുത്ത അനുയായികളുടെ എണ്ണം 78. ഗാന്ധിജിയോടൊപ്പം ദണ്ഡി മാർച്ചിൽ പങ്കെടുത്ത അനുയായികളുടെ എണ്ണം 78. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജി എത്ര ദൂരം സഞ്ചരിച്ചു? 240 മൈൽ അല്ലെങ്കിൽ 385 കിലോമീറ്റർ. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജി എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ 240 മൈൽ അല്ലെങ്കിൽ 385 കിലോമീറ്റർ. ഗാന്ധിജി ദണ്ഡിയിൽ ഉപ്പ് കുറുക്കി നിയമം ലംഘിച്ച വർഷം 1930 ഏപ്രിൽ മാസം 6-ാം തീയതി. ഗാന്ധിജി ദണ്ഡിയിൽ ഉപ്പ് കുറുക്കി നിയമം ലംഘിച്ച വർഷം ചോദിച്ചാൽ 1930 ഏപ്രിൽ മാസം 6-ാം തീയതി. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ സംഭവം ദണ്ഡി മാർച്ച്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ സംഭവം ദണ്ഡി മാർച്ച്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 2-ാം വട്ടമേശ സമ്മേളനം 1931. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 2-ാം വട്ടമേശ സമ്മേളനം വർഷം 1931. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1931 മാർച്ച് 5. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1931 മാർച്ച് 5. ഗാന്ധിയും ഡോക്ടർ BR അംബേദ്കറും തമ്മിൽ ഒപ്പുവെച്ച കരാർ പൂന കരാർ വർഷം 1932 സെപ്റ്റംബർ മാസം 24-ാം തീയതി. ഗാന്ധിജിയും ഡോക്ടർ BR അംബേദ്കറും തമ്മിൽ ഒപ്പുവെച്ച കരാർ പൂന കരാർ വർഷം 1932 സെപ്റ്റംബർ മാസം 24-ാം തീയതി. ഗാന്ധിജി ഹരിജൻ പത്രം ആരംഭിച്ച വർഷം 1933. ഗാന്ധിജി ഹരിജൻ പത്രം ആരംഭിച്ച വർഷം 1933. ഗാന്ധിജിക്ക് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ഗാന്ധിജിക്ക് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന വിശേഷണം നൽകിയതാരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകാനായിട്ട്. ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷം 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകിക്കൊണ്ടാണ് അദ്ദേഹം കേരളം സന്ദർശിച്ചത്. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണ. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണ. കേരളത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകാൻ ഗാന്ധിജി എത്തിയ വർഷം 1925. കേരളത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകാൻ ഗാന്ധിജി എത്തിയ വർഷം 1925. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈതാലിം പദ്ധതി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി, അല്ലെങ്കിൽ വാർധാ പദ്ധതി എന്നറിയപ്പെടുന്നു. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതി അറിയപ്പെടുന്ന പേര് നൈതാലിം പദ്ധതി എന്നാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി, അല്ലെങ്കിൽ നമുക്ക് പറയാം വാർധാ പദ്ധതി എന്ന്. ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം. ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്?
തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ഗാന്ധിജിയുടെ പ്രധാന മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ ഗാന്ധിജിയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായത് എവിടെ തടവിലാക്കപ്പെട്ടു? ആഘാഖാൻ കൊട്ടാരം, പൂനെ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി അറസ്റ്റിലായി എവിടെയാണ് തടവിലാക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ആഘാഖാൻ കൊട്ടാരം, പൂനെയിലാണിത്. ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിലായിരുന്നത് എവിടെ? ആഘാഖാൻ കൊട്ടാരത്തിൽ. ഗാന്ധിജി ഏറ്റവും കൂടുതൽ കാലം തടവിലായിരുന്നത് ആഘാഖാൻ കൊട്ടാരത്തിലായിരുന്നു. ഗാന്ധിജി തൻ്റെ രാമരാജ്യം എന്ന ആശയത്തിലൂടെ എന്താണ് ലക്ഷ്യമിട്ടത്? എല്ലാവർക്കും നീതിയും സമത്വവുമുള്ള ഒരു ആദർശ സമൂഹത്തെ വാർത്തെടുക്കുക. ഗാന്ധിജി തൻ്റെ രാമരാജ്യം എന്ന ആശയത്തിലൂടെ എന്താണ് ലക്ഷ്യമിട്ടത്? എല്ലാവർക്കും നീതിയും സമത്വവുമുള്ള ഒരു ആദർശ സമൂഹത്തെ രൂപീകരിക്കുക. അഹിംസ എന്ന ആശയത്തിന്റെ വക്താവ് മഹാത്മാഗാന്ധി. അഹിംസ എന്ന ആശയത്തിന്റെ വക്താവ് മഹാത്മാഗാന്ധി. അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനത്തിൽ. അന്താരാഷ്ട്ര അഹിംസാ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഒക്ടോബർ 2 ആണ്. ഒക്ടോബർ 2 പ്രത്യേകത എന്താ? ഗാന്ധിജിയുടെ ജന്മദിനം. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ഒക്ടോബർ 2 അംഗീകരിച്ച വർഷം 2007. ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ഒക്ടോബർ 2 അംഗീകരിച്ച വർഷം 2007. ഗാന്ധിജിയുടെ പ്രശസ്തമായ പുസ്തകങ്ങളിലൊന്ന് ഹിന്ദ് സ്വരാജ്. 1909 ഇത് പുറത്തിറങ്ങിയത്. ഗാന്ധിജിയുടെ പ്രശസ്തമായ പുസ്തകങ്ങളിലൊന്നാണ് ഹിന്ദ് സ്വരാജ്. ഇത് പുറത്തിറങ്ങിയത് 1909. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞത് ആരാ? മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജിയുടെ ഇഷ്ടഭജനായിരുന്നു വൈഷ്ണവ ജനതോ തേനെ കഹിയെ. ഇത് രചിച്ചത് നർസി മേത്തയാണ്. ഓർക്കണേ, ഗാന്ധിജിയുടെ ഇഷ്ടഭജൻ എന്തായിരുന്നു? വൈഷ്ണവ ജനതോ തേനെ കഹിയെ എന്നായിരുന്നു. ഇത് രചിച്ചതാരാ? നർസി മേത്തയാണ്. ഗാന്ധിജിയുടെ ഇഷ്ടഗാനം രഘുപതി രാഘവ രാജാറാം. ഗാന്ധിജിയുടെ ഇഷ്ടഗാനം രഘുപതി രാഘവ രാജാറാം. ഗാന്ധിജി വധിക്കപ്പെട്ട വർഷം 1948 ജനുവരി 30. ഗാന്ധിജി വധിക്കപ്പെട്ട വർഷം 1948 ജനുവരി 30. ഗാന്ധിജി വധിക്കപ്പെട്ട സ്ഥലം ഡൽഹിയിലെ ബിർള ഹൗസ്. ഗാന്ധിജി വധിക്കപ്പെട്ട സ്ഥലം ഡൽഹിയിലെ ബിർള ഹൗസ്. ഗാന്ധിജിയെ വധിച്ചതാര്? നാഥൂറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയെ വധിച്ചതാരാണ്? നാഥൂറാം വിനായക് ഗോഡ്സെയാണ്. ഗാന്ധിജിയുടെ സമാധി സ്ഥലം രാജ്ഘട്ട്, ഡൽഹി. ഗാന്ധിജിയുടെ സമാധി സ്ഥലം രാജ്ഘട്ട്, ഡൽഹി. ഗാന്ധിജിക്ക് മരണാനന്തര ഭാരതരത്നം ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഗാന്ധിജിക്ക് മരണാനന്തരം ഭാരതരത്നം ലഭിച്ചിട്ടില്ല. ദേശീയ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ജനുവരി 30 ഗാന്ധിജിയുടെ ചരമദിനം. ദേശീയ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ജനുവരി 30 ഗാന്ധിജിയുടെ ചരമദിനം. ഗാന്ധിജി നിയമപഠനം കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തി എവിടെയാണ് പ്രാക്ടീസ് തുടങ്ങിയത്? മുംബൈയിലെ രാജ്കോട്ടില്. ഗാന്ധിജി നിയമപഠനം കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തി എവിടെയാണ് പ്രാക്ടീസ് തുടങ്ങിയെന്ന് ചോദിച്ചാൽ മുംബൈയിലെ രാജ്കോട്ടില്. ഏത് കേസിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? ദാദ അബ്ദുള്ളയുടെ കേസിന്. ഏത് കേസിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയതെന്ന് ചോദിച്ചാൽ ദാദ അബ്ദുള്ളയുടെ കേസ് വാദിക്കാൻ. ടോൾസ്റ്റോയ് ഫാം സ്ഥാപിക്കാൻ ഗാന്ധിജിക്ക് സഹായം നൽകിയത് ഹെർമൻ കാളൻബാക്ക് ആണ്. ടോൾസ്റ്റോയ് ഫാം സ്ഥാപിക്കാൻ ഗാന്ധിജിക്ക് സഹായം നൽകിയത് ആരാ? ഹെർമൻ കോളൻബാക്ക് ആണ്. ഗാന്ധിജി നവജീവൻ ട്രസ്റ്റ് സ്ഥാപിച്ചത് എവിടെ? അഹമ്മദാബാദിൽ. ഗാന്ധിജി നവജീവൻ ട്രസ്റ്റ് സ്ഥാപിച്ചത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്. ഗാന്ധിജിയുടെ ശിഷ്യ എന്നറിയപ്പെടുന്നത് മീരാബെൻ ആണ്. ഇവരുടെ യഥാർത്ഥ നാമം മാഡലിൻ സ്ലേഡ് എന്നാണ്. ഗാന്ധിജിയുടെ ശിഷ്യ എന്നറിയപ്പെടുന്നത് മീരാബെൻ ആണ്. മീരാബെന്റെ യഥാർത്ഥ നാമം മാഡിലിൻ സ്ലേഡ് എന്നാണ്. ഗാന്ധിജിയുടെ ശിഷ്യ എന്നറിയപ്പെടുന്നത് മീരാബെൻ ആണ്. മീരാബെന്റെ യഥാർത്ഥ നാമം മാഡിലിൻ സ്ലേഡ് എന്നാണ്. ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു മഹാദേവ് ദേശായി. ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആരായിരുന്നു? മഹാദേവ് ദേശായി ആയിരുന്നു. അഹമ്മദാബാദ് മിൽ സമരത്തിൽ ഗാന്ധി സ്വീകരിച്ച മാർഗം നിരാഹാര സത്യാഗ്രഹം, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം എന്ന് തന്നെ അറിയപ്പെടുന്നത് അഹമ്മദാബാദ് മിൽ സമരമാണ്. അഹമ്മദാബാദ് മിൽ സമരത്തിൽ ഗാന്ധി സ്വീകരിച്ച മാർഗം എന്താ? നിരാഹാര സത്യാഗ്രഹമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹ സമരം എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ് മിൽ സമരമാണ്. ഗാന്ധിജി എന്തിനാണ് ഖേദ സത്യാഗ്രഹം നടത്തിയത്? നികുതി ഇളവിന് വേണ്ടി. ഗാന്ധിജി എന്തിനാണ് ഖേദ സത്യാഗ്രഹം നടത്തിയത്? നികുതി ഇളവിന് വേണ്ടി. ഗാന്ധിജിയെ സ്വാധീനിച്ച പുസ്തകം അൺ ടു ദ ലാസ്റ്റ് ആരുടെ രചനയാണ്? ജോൺ റസ്കിന്റെ. ഗാന്ധിജിയെ സ്വാധീനിച്ച പുസ്തകം അൺ ടു ദ ലാസ്റ്റ് ആരുടെ രചനയാണ്? ജോൺ റസ്കിന്റെ.
ഗാന്ധിജിക്ക് പ്രചോദനമായ സിവിൽ ഡിസോബീഡിയൻസ് എന്ന പുസ്തകം ആരുടെ രചനയാണ്? ഹെൻറി ഡേവിഡ് തോറോ. ഗാന്ധിജിക്ക് പ്രചോദനമായ സിവിൽ ഡിസോബീഡിയൻസ് എന്ന പുസ്തകം ആരുടെ രചനയാണ്? ഹെൻറി ഡേവിഡ് തോറോയുടെയാണ്. ഗാന്ധിജിയെ സ്വാധീനിച്ച ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന പുസ്തകം ആരുടെയാണ്? ലിയോ ടോൾസ്റ്റോയുടേതാണ്. ഗാന്ധിജിയെ സ്വാധീനിച്ച ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന പുസ്തകം ആരുടെ രചനയാണ്? ലിയോ ടോൾസ്റ്റോയുടെ രചനയാണ്. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വർഷം 1924 ബെൽഗാം സമ്മേളനം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വർഷം 1924 ബെൽഗാം സമ്മേളനത്തിൽ വെച്ച്. ഗാന്ധിജിയുടെ ആശയങ്ങൾ പൊതുവായി പറയുന്നത് ഗാന്ധിസം എന്ന്. ഗാന്ധിജിയുടെ ആശയങ്ങൾ പൊതുവായി പറയുന്നത് ഗാന്ധിസം എന്ന്. ഗാന്ധിജിയുടെ സത്യാഗ്രഹ ആശയത്തിന്റെ പ്രധാന ഘടകങ്ങളാണ് സത്യവും അഹിംസയും. ഗാന്ധിജിയുടെ സത്യാഗ്രഹ ആശയത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്നറിയപ്പെടുന്നത് സത്യവും അഹിംസയും. വാർധ വിദ്യാഭ്യാസ പദ്ധതിയുടെ മറ്റൊരു പേര് നൈത്താലം പദ്ധതി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. വാർധ വിദ്യാഭ്യാസ പദ്ധതിയുടെ മറ്റൊരു പേര് നൈത്താലിം പദ്ധതി. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന പേര് നൽകിയത് ഏത് ആശ്രമത്തിൽ വെച്ചാണെന്ന് ചോദിച്ചാൽ സബർമതി ആശ്രമത്തിൽ വെച്ച്. ഗാന്ധിജിക്ക് മഹാത്മാ എന്ന പേര് നൽകിയത് ഏത് ആശ്രമത്തിൽ വെച്ചാണെന്ന് ചോദിച്ചാൽ സബർമതി ആശ്രമത്തിൽ വെച്ച്. ഗാന്ധിജി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ രചിച്ച കാലഘട്ടം 1925 1929 കാലഘട്ടത്തില്. ഗാന്ധിജി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ രചിച്ച കാലഘട്ടം 1925 1929 കാലഘട്ടങ്ങൾക്കിടയില്. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യം പ്രസിദ്ധീകരിച്ച ഭാഷ ഗുജറാത്തി ഭാഷ. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഗാന്ധിജിയുടെ ആത്മകഥ ആദ്യം പ്രസിദ്ധീകരിച്ച ഭാഷ ഏതാ? ഗുജറാത്തി ഭാഷ. ഗാന്ധിജിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 4 മക്കൾ. ആരൊക്കെയാണ്? ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ഗാന്ധിജിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? 4 മക്കളായിരുന്നു. ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ഗാന്ധിജിയുടെ പേരിൽ നൽകപ്പെടുന്ന പുരസ്കാരം ഗാന്ധി സമാധാന സമ്മാനം. ഓർക്കണേ, ഗാന്ധിജിയുടെ പേരിൽ അറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ഗാന്ധി സമാധാന സമ്മാനം അഥവാ ഗാന്ധി പീസ് പ്രൈസ്. ഗാന്ധിജിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ 5 തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓർക്കണേ, ഗാന്ധിജിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ 5 തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗാന്ധിജി അവസാനമായി തടവിലായിരുന്നത് എവിടെയാണ്? ആഘാ ഖാൻ കൊട്ടാരത്തിൽ വർഷം 1942 മുതൽ 1944 വരെ. ഗാന്ധിജി അവസാനമായി തടവിലായിരുന്നത് ആഘാ ഖാൻ കൊട്ടാരത്തിലായിരുന്നു. വർഷം 1942 മുതൽ 1944 വരെ. ഗാന്ധിജി സ്ഥാപിച്ച പത്രങ്ങളാണ് ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ. ഗാന്ധിജി സ്ഥാപിച്ച പത്രങ്ങളായിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ, യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ. യങ് ഇന്ത്യ എന്ന പത്രം ആരുടേതായിരുന്നു? മഹാത്മാ ഗാന്ധിജിയുടെ. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. യങ് ഇന്ത്യ എന്ന പത്രം ആരുടെയായിരുന്നു? മഹാത്മാ ഗാന്ധിജിയുടേതായിരുന്നു. ഗാന്ധിജിയുടെ 1 ശതാബ്ദത്തിലേറെ താമസിച്ച ആശ്രമമായിരുന്നു സബർമതി ആശ്രമം. ഗാന്ധിജി 1 ശതാബ്ദത്തിലേറെ താമസിച്ച ആശ്രമം എന്നറിയപ്പെടുന്നത് സബർമതി ആശ്രമം. ഗാന്ധിജിയുടെ പേരിൽ അന്താരാഷ്ട്ര വിമാനത്താവളമുള്ള നഗരം? ഗാന്ധിജിയുടെ പേരിൽ ഒരു വിമാനത്താവളം പോലും ഇന്ത്യയിലില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജിയുടെ പേരിൽ അന്താരാഷ്ട്ര വിമാനത്താവളമുള്ള നഗരം എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഗാന്ധിജിയുടെ പേരിൽ ഒരു വിമാനത്താവളം പോലും ഇന്ത്യയിലില്ല. ഗാന്ധിജിയുടെ ആത്മകഥയുടെ ആദ്യ അധ്യായം തുടങ്ങുന്നത് ജനനം എന്ന് പറഞ്ഞാണ്. ഗാന്ധിജിയുടെ ആത്മകഥയുടെ ആദ്യ അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാ? ജനനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ അഭിഭാഷകനായി ജോലി ചെയ്തത് എവിടെയാണ്? ഡർബൻ, ജോഹന്നാസ്ബർഗ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ അഭിഭാഷകനായി ജോലി ചെയ്തിരുന്നത് എവിടെയാ? ഡർബൻ, ജോഹന്നാസ്ബർഗ്. ഗാന്ധിജിയുടെ വധക്കേസിലെ പ്രധാന പ്രതി നാഥൂറാം വിനായക ഗോഡ്സെയാണ്. ഗാന്ധിജിയുടെ വധക്കേസിലെ പ്രധാന പ്രതി എന്നറിയപ്പെടുന്നത് നാഥൂറാം വിനായക ഗോഡ്സെയാണ്. ഗാന്ധിജിയുടെ ഓർമ്മയ്ക്കായി ഇറക്കിയ ഇന്ത്യൻ കറൻസി നോട്ടുകൾ മഹാത്മാഗാന്ധി സീരീസ് നോട്ടുകൾ 1996 മുതലാണ് മഹാത്മാഗാന്ധി സീരീസ് നോട്ടുകൾ പുറത്തിറങ്ങിയത്. ഗാന്ധിജിയുടെ ഓർമ്മയ്ക്കായി ഇറക്കിയ ഇന്ത്യൻ കറൻസി നോട്ടുകളാണ് മഹാത്മാഗാന്ധി സീരീസ് നോട്ടുകൾ. 1996 മുതലാണിത് പുറത്തിറക്കി തുടങ്ങിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കേരള PSC പ്രീവിയസ് ആയി ചോദിച്ച 100 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഇന്ത്യൻ കാർഷിക മേഖല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെൽ എന്നറിയപ്പെടുന്നത് കൃഷി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെൽ എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. ഇന്ത്യയിലെ കാർഷിക വിളകളെ പ്രധാനമായും എത്രയായി തരംതിരിക്കാം? 3 തരംതിരിക്കാം. ഖാരിഫ് വിളകള്, റാബി വിളകള്, സൈദ് വിളകള്. ഇന്ത്യയിലെ കാർഷിക വിളകളെ പ്രധാനമായി എത്രയായി തരംതിരിക്കാം? 3 തരംതിരിക്കാം. ഖാരിഫ് വിളകള്, റാബി വിളകള്, സൈദ് വിളകള്. മൺസൂൺ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന വിളകളാണ് ഖാരിഫ് വിളകൾ. അതുകൊണ്ട് തന്നെ മഴക്കാല വിളകളെന്നും ഇവരെ അറിയപ്പെടുന്നു.
മൺസൂൺ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന വിളകളാണ് ഖാരിഫ് വിളകൾ. അതുകൊണ്ട് തന്നെ ഖാരിഫ് വിളകളെ മഴക്കാല വിളകൾ എന്നറിയപ്പെടുന്നു. ഖാരിഫ് വിളകൾ നടുന്നതും വിളവെടുക്കുന്നതും ഏത് മാസങ്ങളിലാണ്? വിളകൾ നടുന്നത് ജൂൺ ജൂലൈ മാസത്തിലും വിളവെടുപ്പ് നടത്തുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലുമാണ്. ഖാരിഫ് വിളകൾ നടുന്നതും വിളവെടുക്കുന്നതും ഏത് മാസങ്ങളിലാണെന്ന് ചോദിച്ചാൽ ജൂൺ ജൂലൈ മാസത്തിൽ നടുന്നു, വിളവെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ. പ്രധാനമായ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് നെല്ല്, ചോളം, പരുത്തി, നിലക്കടല, ചണം, സോയാബീന്. പ്രധാന ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് നെല്ല്, ചോളം, പരുത്തി, നിലക്കടല, ചണം, സോയാബീന്. ശൈത്യകാല കൃഷി ചെയ്യുന്ന വിളകളാണ് റാബി വിളകൾ. ശൈത്യകാലത്ത് കൃഷി ചെയ്യുന്ന വിളകൾ ഏതാണ്? റാബി വിളകളാണ്. റാബി വിളകൾ നടുന്നതും വിളവെടുക്കുന്നതും ഏത് മാസങ്ങളിലാണെന്ന് ചോദിച്ചാൽ റാബി വിളകൾ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ നടുന്നു, വിളവെടുപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ. റാബി വിളകൾ നടുന്നതും വിളവെടുക്കുന്നതും ഏത് മാസങ്ങളിലാണെന്ന് ചോദിച്ചാൽ റാബി വിളകൾ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ നടുകയും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുകയും ചെയ്യുന്നു. പ്രധാന റാബി വിളകളാണ് ഗോതമ്പ്, ബാർലി, കടല, കടുക്. പ്രധാന റാബി വിളകളാണ് ഗോതമ്പ്, ബാർലി, കടല, കടുക്. വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ് സൈദ് വിളകൾ. വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ് സൈദ് വിളകൾ. പ്രധാന സൈദ് വിളകൾക്ക് ഉദാഹരണം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും. പ്രധാന സൈദ് വിളകൾക്ക് ഉദാഹരണം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം.എസ്. സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം.എസ്. സ്വാമിനാഥനാണ്. ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച വർഷം 1965-68 കാലഘട്ടങ്ങളിൽ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച വർഷം 1965-68 കാലഘട്ടങ്ങളിൽ. ഹരിത വിപ്ലവം പ്രധാനമായും ഏത് വിളകളുടെ ഉൽപാദന വർധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോതമ്പ്, നെല്ല്, കരിമ്പ്. ഹരിത വിപ്ലവം പ്രധാനമായും ഏത് വിളകളുടെ ഉൽപാദന വർധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോതമ്പ്, നെല്ല്, കരിമ്പ്. ഹരിത വിപ്ലവത്തിന്റെ പ്രധാന സവിശേഷതകൾ: ഉൽപാദന ശേഷി കൂടിയ വിത്തിനങ്ങൾ അല്ലെങ്കിൽ HYV ഹൈ ഈൽഡ് വെറൈറ്റി ആയിട്ടുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം, കീടനാശിനികളുടെ ഉപയോഗം, നല്ല രീതിയിലുള്ള ജലസേചന മേഖല വർദ്ധിച്ചു, യന്ത്രവൽക്കരണം ഉപയോഗിച്ചുള്ള കാർഷിക വൃത്തി. ഇത്രയുമാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രധാന സവിശേഷതകൾ. അപ്പോൾ ഹരിത വിപ്ലവത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാ? ഉൽപാദന ശേഷി കൂടിയ വിത്തിനങ്ങൾ അല്ലെങ്കിൽ ഹൈ ഈൽഡ് വെറൈറ്റി വിത്തിനങ്ങൾ കർഷകർക്ക് ലഭിച്ചു, അമിതമായ രാസവള ഉപയോഗമുണ്ടായി, കീടനാശിനികൾ കൂടുതലായിട്ട് ഉപയോഗിച്ചു തുടങ്ങി, നല്ല ജലസേചന സൗകര്യങ്ങൾ ഉണ്ടായി, അതുപോലെ യന്ത്രവൽകൃതമായിട്ടുള്ള കാർഷിക വൃത്തി ആരംഭിച്ചു. ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ധവള വിപ്ലവം അഥവാ വൈറ്റ് റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാലുൽപാദനത്തിന്റെ വർധനവ് അല്ലെങ്കിൽ ധവള വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാലുൽപാദനത്തിന്റെ വർധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാം ധവള വിപ്ലവത്തിന്റെ ഒരു ഭാഗമാണ് എന്ത്? ഓപ്പറേഷൻ
ഫ്ലഡ് എന്ന് അറിയപ്പെടുന്നത്. നീല വിപ്ലവം അഥവാ ബ്ലൂ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യോൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീല വിപ്ലവം അഥവാ ബ്ലൂ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യോൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഞ്ഞ വിപ്ലവം അഥവാ യെല്ലോ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എണ്ണക്കുരുക്കളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണമായിട്ട് സൂര്യകാന്തി, കടുക് മുതലായവയുടെ ഉൽപാദനം. മഞ്ഞ വിപ്ലവം അഥവാ യെല്ലോ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എണ്ണക്കുരുക്കളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് നമുക്ക് പറഞ്ഞാൽ സൂര്യകാന്തി, കടുക് എന്നിവയുടെ ഉൽപാദനം. ചുവപ്പ് വിപ്ലവം അഥവാ റെഡ് റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തക്കാളിയുടെയും മാംസത്തിന്റെയും ഉൽപാദനം. ചുവപ്പ് വിപ്ലവം അഥവാ റെഡ് റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തക്കാളിയുടെയും മാംസത്തിന്റെയും ഉൽപാദനം. പിങ്ക് വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉള്ളി, കൊഞ്ച്, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ. ഓർക്കണേ, പിങ്ക് വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉള്ളി, കൊഞ്ച്, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ. കറുപ്പ് വിപ്ലവം അഥവാ ബ്ലാക്ക് റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കറുപ്പ് വിപ്ലവം അഥവാ ബ്ലാക്ക് റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രേ റെവല്യൂഷൻ അല്ലെങ്കിൽ ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാസവളങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രേ വിപ്ലവം അഥവാ ഗ്രേ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രാസവളങ്ങളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെള്ളി വിപ്ലവം അഥവാ സിൽവർ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ടക്കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വെള്ളി വിപ്ലവം അഥവാ സിൽവർ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുട്ടക്കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണ വിപ്ലവം അഥവാ ഗോൾഡൻ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴം, പച്ചക്കറി, തേനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വർണ്ണ വിപ്ലവം അഥവാ ഗോൾഡൻ റെവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴം, പച്ചക്കറി, തേനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. റെയിൻബോ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർഷിക മേഖലയിലെ മുഴുവനായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റെയിൻബോ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയിലെ മുഴുവനായ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ന്യൂഡൽഹിയിൽ. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ ICAR എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിൽ. ICAR സ്ഥാപിച്ച വർഷം 1929 ജൂലൈ 16. ICAR സ്ഥാപിതമായ വർഷം 1929 ജൂലൈ 16. ഇന്ത്യയിലെ കാർഷിക സർവകലാശാലകളുടെ എണ്ണം 74. ഇന്ത്യയിലെ കാർഷിക സർവകലാശാലകളുടെ എണ്ണം 74. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗുണമേന്മ ഉറപ്പാക്കുന്ന ചിഹ്നം അഗ്മാർക്ക് ചിഹ്നം. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഗുണമേന്മ ഉറപ്പാക്കുന്ന ചിഹ്നം അഗ്മാർക്ക് ചിഹ്നം. അഗ്മാർക്ക് നിലവിൽ വന്ന വർഷം 1937. അഗ്മാർക്ക് നിലവിൽ വന്ന വർഷം 1937. ഇന്ത്യയിൽ ഏറ്റവും വലിയ കാർഷിക ബാങ്ക് നബാർഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ബാങ്ക് എന്നറിയപ്പെടുന്നത് നബാർഡാണ്. നബാർഡ് സ്ഥാപിതമായ വർഷം 1982 ജൂലൈ 12. നബാർഡ് സ്ഥാപിതമായ വർഷം 1982 ജൂലൈ 12. ഇന്ത്യയിൽ വിള ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച വർഷം 1985. ഇന്ത്യയിൽ വിള ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച വർഷം 1985. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ആരംഭിച്ച വർഷം 2016 ഫെബ്രുവരി 18. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന ആരംഭിച്ച വർഷം 2016 ഫെബ്രുവരി 18. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചനം നടത്തുന്ന രീതി കിണറുകളും കുഴൽ കിണറുകളും വഴി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചനം നടത്തുന്ന രീതി കിണറുകളും കുഴൽ കിണറുകളും വഴി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനില്. കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതി കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി. കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതി കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ആരംഭിച്ച വർഷം 1998. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ആരംഭിച്ച വർഷം 1998. ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യധാന്യം നെല്ല്. ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യധാന്യം എന്നറിയപ്പെടുന്നത് നെല്ലാണ്. ഇന്ത്യയിലെ പ്രധാന പയറുവർഗ്ഗം എന്നറിയപ്പെടുന്നത് കടലയാണ്. ഇന്ത്യയിലെ പ്രധാന പയറുവർഗ്ഗം എന്നറിയപ്പെടുന്നത് കടലയാണ്. ഇന്ത്യയിലെ പ്രധാന നാണ്യവിളകൾ കരിമ്പും പരുത്തിയും. ഇന്ത്യയിലെ പ്രധാന നാണ്യവിളകൾ ഏതൊക്കെയാ? കരിമ്പും പരുത്തിയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നം ബസുമതി റൈസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നം ബസ്മതി റൈസ് ആണ്, അല്ലെങ്കിൽ ബസുമതി അരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഴം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഴം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. റാബി വിളകളിൽ പ്രധാനമായ എണ്ണക്കുരു കടുക്. റാബി വിളകളിലെ പ്രധാനമായ എണ്ണക്കുരു എന്നറിയപ്പെടുന്നത് കടുകാണ്.
മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന എണ്ണക്കുരു നിലക്കടലയാണ്. മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന എണ്ണക്കുരു ഏതാ? നിലക്കടലയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI എവിടെയാണ്? കാസർഗോഡിലെ കഡ്ലു, കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡിലെ കഡ്ലുവാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിക്ക്മാംഗ്ലൂർ, കർണാടക. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ചിക്ക്മാംഗ്ലൂർ, കർണാടക. റബ്ബർ ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം, കേരളം. റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം, കേരളം. തേയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജോർഹാട്ട്, ആസാം. തേയില ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജോർഹാട്ട്, ആസാം. ഏറ്റവും കൂടുതൽ ജൈവ കൃഷി ചെയ്യുന്ന സംസ്ഥാനം സിക്കിമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ആരാണ്? സിക്കിമാണ്. ഏറ്റവും കൂടുതൽ ജൈവ കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ജൈവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് സിക്കിമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല ഗോവിന്ദ് ബല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി, പന്ത് നഗർ, ഉത്തരാഖണ്ഡ്. 1960 സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല ഗോവിന്ദ് ബല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജി, പന്ത് നഗർ, ഉത്തരാഖണ്ഡ്. ഇത് ആരംഭിച്ച വർഷം 1960. കാർഷിക ഉൽപാദനത്തിൽ ഇന്ത്യയുടെ ലോകസ്ഥാനം 2ാം സ്ഥാനം. 1ാം സ്ഥാനം ആരാണ്? ചൈനയാണ്. 1ാം സ്ഥാനം ആരാണ്? ചൈനയാണ്. കാർഷിക ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ലോകത്ത് എത്രാമതാണ്? 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാ? ചൈനയാണ്. കാർഷിക മേഖല ഇന്ത്യൻ GDPയിൽ എത്ര ശതമാനം സംഭാവന ചെയ്യുന്നു ചോദിച്ചാൽ ഏകദേശം 18 മുതൽ 20% വരെ. കാർഷിക മേഖല ഇന്ത്യൻ GDPയിൽ എത്ര ശതമാനം സംഭാവന ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഏകദേശം 18 മുതൽ 20% വരെ. ഇന്ത്യയിലെ എത്ര ശതമാനം ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു? 43.51%. ഇത് 2023 കണക്ക് പ്രകാരമാണ് കേട്ടോ. ഇന്ത്യയിൽ എത്ര ശതമാനം ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു ചോദിച്ചാൽ 43.51%. സുവർണ നാരുകൾ എന്നറിയപ്പെടുന്ന വിള ചണമാണ്. സുവർണ നാരുകൾ എന്നറിയപ്പെടുന്ന വിള ഏതാ? ചണമാണ്. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളകാണ്. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാ? കുരുമുളകാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എവിടെയാണ്? ഡെറാഡൂൺ ആണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എവിടെയാണ്? ഡെറാഡൂൺ ആണ്. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നതിനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാ? ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ഭക്ഷ്യധാന്യ സംഭരണത്തിനുള്ള കേന്ദ്ര ഏജൻസി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, FCI ആണ്. ഇന്ത്യയിലെ ഭക്ഷ്യധാന്യ സംഭരണത്തിനുള്ള കേന്ദ്ര ഏജൻസി എന്നറിയപ്പെടുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, FCI ആണ്. FCI സ്ഥാപിതമായ വർഷം 1965 ജനുവരി 14. FCI സ്ഥാപിതമായ വർഷം 1965 ജനുവരി 14. ഇന്ത്യയിൽ കൃഷി മന്ത്രാലയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ. ഇന്ത്യയിലെ കൃഷി മന്ത്രാലയം അറിയപ്പെടുന്ന പേരെന്താ? മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ എന്നാണ്. കാർഷിക വിളകൾക്ക് സർക്കാർ നിശ്ചയിക്കുന്ന താങ്ങുവിലയാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് അഥവാ MSP. കാർഷിക വിളകൾക്ക് സർക്കാർ നിശ്ചയിക്കുന്ന താങ്ങുവിലയാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് അഥവാ MSP. MSP ശുപാർശ ചെയ്യുന്നത് ആരാണ്? കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ആണ്. മണ്ണ് ആരോഗ്യ കാർഡ് പദ്ധതി അഥവാ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം ആരംഭിച്ച വർഷം 2015. മണ്ണ് ആരോഗ്യ കാർഡ് പദ്ധതി അഥവാ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം ആരംഭിച്ച വർഷം 2015. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജലസേചനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജലസേചനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ആരംഭിച്ച വർഷം 2015. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ആരംഭിച്ച വർഷം 2015. ഇന്ത്യയിലെ കാർഷിക കടങ്ങൾക്ക് പരിഹാരം കാണാൻ രൂപീകരിച്ച കമ്മീഷൻ സ്വാമിനാഥൻ കമ്മീഷൻ, അല്ലെങ്കിൽ ഇത് അറിയപ്പെടുന്ന പേര് ദേശീയ കർഷക കമ്മീഷൻ എന്ന്. ഇത് രൂപീകൃതമായ വർഷം 2004. ഇന്ത്യയിലെ കാർഷിക കടങ്ങൾക്ക് പരിഹാരം കാണാൻ രൂപീകരിച്ച കമ്മീഷൻ സ്വാമിനാഥൻ കമ്മീഷൻ. ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? ദേശീയ കർഷക കമ്മീഷൻ എന്ന. ഇത് രൂപീകൃതമായ വർഷം 2004.
സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 2006. സ്വാമിനാഥൻ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 2006. കാർഷിക ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വിപണനം ചെയ്യുവാനുള്ള പ്ലാറ്റ്ഫോമാണ് ഇ നാം. ഓർക്കണേ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിപണനം ചെയ്യുവാനുള്ള പ്ലാറ്റ്ഫോമാണ് ഇ നാം. ഇ നാം ആരംഭിച്ച വർഷം 2016. ഇ നാം ആരംഭിച്ച വർഷം 2016. ഓപ്പറേഷൻ ഗ്രീൻസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് എന്നിവയുടെ ഉൽപാദനവും വിതരണവും. ഓപ്പറേഷൻ ഗ്രീൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് എന്നിവയുടെ ഉൽപാദനവും വിതരണവും. ഇന്ത്യയിലെ കാർഷിക ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ കാർഷിക ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശ്. മണ്ണ് സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിയ പരിസ്ഥിതി പ്രവർത്തകൻ സുന്ദർലാൽ ബഹുഗുണ. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. മണ്ണ് സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതിയ പരിസ്ഥിതി പ്രവർത്തകൻ സുന്ദർലാൽ ബഹുഗുണ. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് മൺസൂണ്, ജലസേചനം, സാങ്കേതിക വിദ്യ, സർക്കാർ നയങ്ങൾ. ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ മൺസൂൺ, ജലസേചനം, സാങ്കേതിക വിദ്യ, സർക്കാർ നയങ്ങൾ. കേരളത്തിലെ പ്രധാന ഭക്ഷ്യവിള നെല്ലാണ്. കേരളത്തിലെ പ്രധാന ഭക്ഷ്യവിള ഏതാ? നെല്ലാണ്. കേരളത്തിലെ പ്രധാന നാണ്യവിള റബ്ബർ. കേരളത്തിലെ പ്രധാന നാണ്യവിള റബ്ബറാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ആരുടെ പേരിലാണ്? കർഷകരുടെ പേരിലാണ്. ഇന്ത്യയിൽ കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? കർഷകർക്കാണ്. കാർഷിക കടാശ്വാസ നിയമങ്ങൾ ഏത് നിയമനിർമ്മാണത്തിന്റെ വിഭാഗമാണ് അല്ലെങ്കിൽ ഭാഗമാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന നിയമനിർമ്മാണത്തിന്റെ ഭാഗം. കാരണം എന്താ? കൃഷി ഒരു സംസ്ഥാന വിഷയം അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സാധനമാണ് കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ കാർഷിക കടാശ്വാസ നിയമങ്ങൾ ഏത് നിയമനിർമ്മാണത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന നിയമനിർമ്മാണത്തിന്റെ ഭാഗമാണ്. കാരണം എന്താ? കൃഷി എന്ന് പറയുന്നത് ഒരു സംസ്ഥാന വിഷയം അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യൻ കാർഷിക മേഖലയുടെ ഭാവി വളർച്ചയ്ക്ക് പ്രധാന വെല്ലുവിളികളാണ് കാലാവസ്ഥാ വ്യതിയാനം, ജലക്ഷാമം, ഭൂമിയുടെ ലഭ്യതക്കുറവ്, കടക്കെണി. ഇന്ത്യൻ കാർഷിക മേഖലയുടെ ഭാവി വളർച്ചയ്ക്ക് പ്രധാന വെല്ലുവിളികളാണ് കാലാവസ്ഥാ വ്യതിയാനം, ജലക്ഷാമം, ഭൂമിയുടെ ലഭ്യതക്കുറവ്, കടക്കെണി. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള എന്നറിയപ്പെടുന്നത് നെല്ലാണ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള എന്നറിയപ്പെടുന്നത് ആരാ? നെല്ലാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഖാരിഫ് വിളക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഏതാ? നെല്ലാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എന്നറിയപ്പെടുന്നത്. ഉയർന്ന താപനിലയും ധാരാളം മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. നെൽകൃഷിക്ക് അനുയോജ്യമായ താപനില എത്രയാ? 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മഴ 150 സെന്റിമീറ്റർ. നെൽകൃഷിക്ക് അനുയോജ്യമായ മഴ എത്രയെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നെൽകൃഷിക്ക് ആവശ്യമായ മഴയുടെ ലഭ്യത എത്രയെന്ന് ചോദിച്ചാൽ മിനിമം 150 സെന്റിമീറ്റർ മഴയെങ്കിലും ലഭിക്കുന്ന പ്രദേശത്ത് നെൽകൃഷി ചെയ്യുവാൻ കഴിയും. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നു. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നു. ഖാരിഫ്, റാബി സീസണുകളിൽ ഒരുപോലെ കൃഷി ചെയ്യാൻ കഴിയുന്ന വിളയാണ് ചോളം. പഠിച്ചോളണേ. ഖാരിഫ്, റാബി സീസണുകളിൽ ഒരുപോലെ കൃഷി ചെയ്യാൻ കഴിയുന്ന വിള എന്ന് ചോദിച്ചാൽ അത് ചോളമാണ്. റാബി സീസണിൽ പ്രധാനമായും ചോളം കൃഷി ചെയ്യുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ബീഹാർ ആണ്. റാബി സീസണിൽ പ്രധാനമായിട്ടും ചോളം കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ബീഹാർ ആണ്. ഇന്ത്യൻ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യൻ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നു. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം എന്ത് ചെയ്യുന്നുണ്ട്? കൃഷി ചെയ്യുന്നുണ്ട്. ഓർക്കുക, 21 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ ചോളം നന്നായി വളരുന്നു. 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ ചോളം നന്നായി വളരുന്നു. ചോളം കൃഷിക്ക് അനുയോജ്യമായ മഴയുടെ അളവ് ശരാശരി 75 സെന്റിമീറ്റർ മഴയാണ്. ചോളം കൃഷിക്ക് അനുയോജ്യമായ മഴയുടെ അളവ് ശരാശരി എത്രയാ? 75 സെന്റിമീറ്റർ മഴയാണ്. നീർവാഴ്ചയുള്ള ഫലപുഷ്ടമായ മണ്ണാണ് ചോളം കൃഷിക്ക് അനുയോജ്യം.
നീർവാഴ്ചയുള്ള ഫലപുഷ്ടമായ മണ്ണാണ് ചോളം കൃഷിക്ക് അനുയോജ്യം. ലോകമെമ്പാടും ചോളം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാം സ്ഥാനം. ലോകമെമ്പാടും ചോളം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 7ാം സ്ഥാനമാണ്. ലോക ചോള ഉൽപാദനത്തിന്റെ 2% ഇന്ത്യയിൽ നിന്നും. ലോകത്തിലെ മൊത്തം ചോള ഉൽപാദനത്തിന്റെ 2% എവിടെ നിന്നാ? ഇന്ത്യയിൽ നിന്നാണ്. 2025 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. 2025 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? കർണാടകയാണ്. 2ാം സ്ഥാനം മധ്യപ്രദേശ്, 3ാം സ്ഥാനം മഹാരാഷ്ട്ര. 2ാം സ്ഥാനം ആരാ? മധ്യപ്രദേശാണ്. 3ാം സ്ഥാനം ആരാ? മഹാരാഷ്ട്രയാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ലോകമെമ്പാടും ചോളം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 7ാം സ്ഥാനമാണ്. ലോക ചോള ഉൽപാദനത്തിന്റെ 2% ഇന്ത്യയിൽ നിന്നാണ്. 2025 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. 2ാം സ്ഥാനം മധ്യപ്രദേശാണ്. 3ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇത്രയുമായിരുന്നു നമ്മുടെ 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് ഡേ 6 നമ്മൾ പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് വീഡിയോകൾ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.